നാം സ്വയം യജ്ഞം ചെയ്യുകയും കുട്ടികളെ യജ്ഞം ചെയ്യാൻ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യം ഇതാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ യജ്ഞം ചെയ്യുന്ന സമയത്ത് അവർ രാവിലെ എഴുന്നേറ്റുണ്ടാവില്ല. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് സാരല്ല, അവർ പതുക്കെ എണീച്ചാൽ മതി എന്ന് അവരെ പെർമിസീവായി അവരെ വിടുമ്പോൾ അവർ എല്ലാ കാര്യത്തിലും ഈ അലസത വെച്ച് പുലർത്തും. അതൊരു വലിയ അത്ഭുതമുള്ള കാര്യമല്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അവരെ നമ്മൾ യജ്ഞത്തിന് ക്ഷണിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതിൻ്റെ ഒരു സീക്രട്ട് മെത്തഡോളജി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഹൗ ദിസ് മന്ത്ര ആൻഡ് ദിസ് ഫയർ കൾമിനേറ്റ് ഇൻ അസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൗ ഇറ്റ് മേക്ക് ചേഞ്ചസ് ഇൻ അവർ ലൈഫ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ബ്രഹ്മവർച്ചസ് ഉണ്ടാവുന്നത്, ലക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഋഗ്വേദത്തിൽ തന്നെ ഈ കാര്യം വളരെ പറയുന്നൊരു കാര്യമുണ്ട്. ഓം അഗ്നിഹി തു വിശ്രവസ്തമം തുവി ബ്രഹ്മാണമുത്തമം അതൂർത്തം ശ്രാവയത്പതിം പുത്രം ദദാതി ദാശുഷേ. ഋഗ്വേദത്തിലെ 5:25 എഴുതിയെടുത്തോളൂ. അപ്പോൾ എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം? അഗ്നി തന്നിൽ ഹവിസ് നൽകുന്നവർക്ക് സന്താനത്തെ നൽകുന്നു. ഇപ്പോൾ കുട്ടികളില്ലാത്തവർ വന്ന് പറയും, അവർ സന്ധ്യാവന്ദനം ചെയ്യുന്നുണ്ട്, അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ മന്ത്രം ചൊല്ലുന്നുണ്ടോ? ഇല്ല. അപ്പം ഇവിടെയൊക്കെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താ? അഗ്നി തന്നിൽ ഹവിസ് നൽകുന്നവർക്ക് സന്താനത്തെ നൽകുന്നു. ആ സന്താനം വളരെയധികം കീർത്തിമാനും ജ്ഞാനിയും ഉത്തമ സ്വഭാവിയും പ്രതിബന്ധങ്ങളിൽ അകപ്പെടാത്തവനും സ്വകർമ്മങ്ങളാൽ രക്ഷിതാക്കൾക്ക് പോലും കീർത്തി നേടിക്കൊടുക്കുന്നവനുമാകുന്നു. നോക്കൂ, സന്താനങ്ങളെ തരും, അവൻ ഉത്തമ സന്താനങ്ങളാവും, അവൻ പ്രതിബന്ധങ്ങളിൽ പെടാത്തവനായിരിക്കും, സ്വകർമ്മങ്ങളാൽ സ്വരക്ഷിതാക്കൾക്ക് പോലും കീർത്തി നേടിക്കൊടുക്കുന്നവനുമായി തീരും. നമ്മൾ അച്ഛനമ്മമാർക്ക് കീർത്തി നേടിക്കൊടുക്കുന്നത് നമ്മൾ നന്നായിക്കൊണ്ടാണ്. രാജേഷ് നന്നാവുന്ന സമയത്ത് ആരുടെ മകനാണെന്ന് ചോദിക്കുമ്പോൾ അത് MP സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും കോമളവല്ലി അന്തർജനത്തിൻ്റെയും മകനാണ് എന്ന് പറയുമ്പോൾ നമ്മളെ പരിശ്രമം കൊണ്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക് കീർത്തി കിട്ടുകയാണ്. അങ്ങനെയായിരിക്കണം കുട്ടികൾ. നമ്മളെ കീർത്തി കൊണ്ട് അവർ ജീവിക്കുക എന്നുള്ളതല്ല. അത്രയും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി ഒരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നാണ്. കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഇടവരുത്തണം. സ്വന്തം സംസ്കാരത്തോട് പ്രിയമുള്ളവരാക്കി അവരെ തീർക്കണം. ഇന്ന് വേദം പഠിക്കുന്ന പലരും അവരെ പ്രോത്സാഹിപ്പിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് ഞാൻ ഇതിനകം തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അവരുൾപ്പെടുന്ന വലിയൊരു ലോകത്തു നിന്ന് വേദം പഠിക്കുന്നവരാണ് എന്ന് പറയുമ്പോഴുള്ള അവജ്ഞയും അവഗണനയും സർവോപരി കളിയാക്കലും എല്ലാം കൂടിയാകുമ്പോൾ കീർത്തിമാനായി സമൂഹത്തിൽ വജ്രസമാനം തിളങ്ങേണ്ട ഒരു വ്യക്തി കരിക്കട്ടയെപ്പോലെ ആയിത്തീരുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. പക്ഷേ ഈയിടെയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലെ പല റീലുകളിലും ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹിമയെ പാരാട്ടുന്ന നിരവധി റീലുകൾ വരുന്നുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പഴയ ആ ഒരു മൂടുപടം അതിനില്ല. ആ പർദ്ദയ്ക്ക് പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ അറിവുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് പുതിയ അറിവുകളല്ല, പഴയകാല അറിവുകൾ ഈ ഭഗ്നാവശിഷ്ടങ്ങളാൽ മൂടപ്പെട്ടതായി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിതിന് പുതിയ യുവാക്കളാണ് അതിൻ്റെ രംഗത്തിറങ്ങുന്നത്. കേരളത്തിൽ മാത്രമാണ് ഞാൻ അല്ലാത്ത ഒരു രീതി കണ്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ പലപ്പോഴും നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല പ്രോമിസിംഗ് ആയ യങ്സ്റ്റേഴ്സ് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നു. അവർ കൂടുതൽ ഇതിനകത്തേക്ക് ഊളിയിട്ടുകൊണ്ട് മനസ്സിലാക്കുന്നു. അവർ ആത്മവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ഞാൻ ഈ പരമ്പരയുടെ ഭാഗമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ
പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.